ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു സ്റ്റിക്കർ ബുക്ക് മേക്കിംഗ് ആണ്. പിന്നെ ഇപ്പം എൻ്റെ ഈ എഡിറ്റിങ്ങിലുണ്ടല്ലോ വോയിസ് ഇച്ചിരി കുറവായിട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പം ഞാൻ മാക്സിമം ഒച്ചയ്ക്കൊക്കെ പറഞ്ഞ് നോക്കാം കേട്ടോ. പിന്നെയും വോളി ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വോളി ഇച്ചിരി കൂട്ടി വെച്ചിട്ട് കേട്ടാൽ മതി കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കറാണല്ലോ, അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പം ഇതുപോലെ പറിച്ചെടുക്കാം ഓരോന്നോരോന്നായിട്ട് കേട്ടോ. അപ്പം ഇതിപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിക്കർ മേക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുടഞ്ഞിടുന്ന സംഭവങ്ങളാണ് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം സ്റ്റിക്കർ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പേപ്പർ എടുക്കാം. ഞാൻ ബുക്കിലെ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാർട്ടോ A4 അങ്ങനെയൊക്കെ എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നൈസായിട്ടുള്ള വെല്ലോ പേപ്പേഴ്സൊക്കെ ഉണ്ട്, അതെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടേപ്പിൻ്റെ കവർ പോലെ ഒരു ടേപ്പ് കവറേജുള്ള സംഭവം പോലെയുള്ള പേപ്പർ ഉണ്ട് എടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇതുപോലെ ടേപ്പ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ടേപ്പ് ചെയ്തപ്പം ആദ്യമൊക്കെ കുറച്ച് വൃത്തിയായിട്ടൊക്കെ ചെയ്തെങ്കിലും പിന്നെ ബാക്കിയുള്ളത് ഫുള്ള് ഇങ്ങനെ ചുളുങ്ങിപ്പോയി. പിന്നെ ഇതുപോലത്തെ ഈ സാധനം ഉണ്ടല്ലോ നൂഡിൽസിൻ്റെ, ഇതിങ്ങനെ കീറുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. പിന്നെ ചിലത് കീറിപ്പോയി, അത് വലുതായതുകൊണ്ടാവാം. അപ്പം ഇത് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ബുക്കിൻ്റെ പുറത്തെ കവറാക്കാനായിരുന്നു. പക്ഷേ ചെറുതായിട്ടൊരു പണി കിട്ടി, ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായിരുന്നു. അപ്പം അത് കളഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു പഴയ ഡ്രോയിങ് ബുക്ക് എടുത്തു. അതിൽ നല്ല ഡിസൈനുള്ള കവറായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഞാൻ ഈ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു, ഈ കട്ടിയുള്ള സംഭവം നൂഡിൽസിൻ്റെ. അത് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി, പിന്നെ ഒട്ടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിങ്ങനെ ഫെവിക്കോൾ വെച്ചാട്ടോ ഒട്ടിക്കും. നമുക്ക് വേറെ ഗ്ലൂ ഉണ്ട്, അതെടുത്ത് ഒട്ടിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പം അതിന് നിങ്ങൾക്ക് എപ്പോഴും ഒരു താങ്ക്സ് പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ മറന്ന് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അത് ഓടി ഒന്ന് കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. ആൻഡ് ഇതുപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഓരോ റിസൾട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളോട് ഒരേ കാര്യമല്ലേ ഞാൻ പറയുന്നുള്ളൂ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ആ സംഭവം എന്തായാലും ഇപ്പം ഞാനിത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം പറഞ്ഞ് നമ്മൾ സംഭവം ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ വരെ എത്തി. ഇങ്ങനെ പുറത്ത് സംഭവം ഒട്ടിക്കുമ്പോൾ ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്തല്ലോ, അതുകൊണ്ട് സൈഡ് ഒട്ടാൻ ഇത്തിരി പാടായിരുന്നതുകൊണ്ട് ഞാൻ ടേപ്പും കൂടി ഒട്ടിച്ചപ്പം നല്ല സെക്യൂറായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര സ്റ്റിക്കേഴ്സ് ഉണ്ട് അതനുസരിച്ചൊക്കെ പേജ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പേജ് കൂടുതലാണ് കേട്ടോ എടുത്തത്, കാരണം ബാക്കി കുറച്ചുകൂടി ഇരിക്കട്ടെ, പിന്നെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ ഇനി ഉണ്ടാക്കുവാണല്ലോ അതിൽ യൂസ്ഫുൾ ആവട്ടെ എന്നോർത്ത് കുറച്ചുകൂടെ പേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അറിയാമല്ലോ, ഓരോ സ്റ്റിക്കേഴ്സും എടുത്ത് ഇതിൽ ഒട്ടിക്കാം. ഫെവിക്കോൾ തന്നെ വെച്ച് ഒട്ടിക്കണം എന്നൊരു നിർബന്ധമില്ല. വേറെ ഗ്ലൂ ഉണ്ടല്ലോ, അപ്പം ഫെവി സ്റ്റിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇത്തിരി കൂടി ഞാൻ ഒട്ടിച്ച് കഴിയുമ്പോൾ പറഞ്ഞ് പോരും വേണ്ട കേട്ടോ. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തത് ഇതാപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ട ടൈമിൽ പറിച്ചിട്ട് ഗ്ലൂ യൂസ് ചെയ്തങ്ങ് ഒട്ടിച്ചാൽ മതി. അപ്പം ഇത് ഞാൻ ഓരോന്നും തിരഞ്ഞു പിടിച്ച് ഒട്ടിച്ചുകൊണ്ട് ഇത്രയും കൂടി സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഇത്തിരിയും കൂടി ഇങ്ങനെ ഓരോന്നായിട്ട് കാണുന്നതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം ഞാനിങ്ങനെ ഓരോരോ വലുതും ചെറുതുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തിരി സമയം എടുത്തത്. പിന്നെ ഇത് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിരുന്നു ഓർത്തതെങ്കിലും ഇതിപ്പം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഒതുങ്ങുന്നുള്ളത്, ഒരു 5 മിനിറ്റ്സിൽ. അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ആക്കിയത്. അപ്പം പിന്നെ ഈ കുഞ്ഞ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ന്യൂ വീഡിയോ ചാനലിൽ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ പോയി കാണുക. അപ്പോൾ ഈ സംഭവങ്ങൾ ഇനി ഒട്ടിക്കൽ ഇത്തിരി പണിയായിരുന്നു. പിന്നെ ഞാനിതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഒട്ടിച്ചു. പിന്നെ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ, ലൈക്ക് ചെയ്യണം. പിന്നെ ഇനി എന്ത് ക്രാഫ്റ്റാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യും. എനിക്കാണെങ്കിൽ എപ്പോഴും കൺഫ്യൂഷനാട്ടോ, എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളെന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്ത് ക്രാഫ്റ്റായിരിക്കും വേണ്ടതെന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഇതുപോലെ കുറേ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഞാൻ ഒട്ടും ഒത്തില്ല കേട്ടോ എനിക്ക് ഇന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഞാൻ ശനിയാഴ്ചയാണോ അതൊന്നും അറിയില്ല, ഇനിയിപ്പോൾ എക്സാമൊക്കെ വരാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഞാൻ ഇന്ന് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അതുപോലെ പുറത്തെ കവർ അത് തന്നെയാണ് കേട്ടോ, വേറെ ഡിസൈനൊന്നും കൊടുത്തില്ല. കാരണം അത് തന്നെ നല്ലതായിട്ട് തോന്നിയുകൊണ്ട് ആ ഒരു പണി എളുപ്പമായിട്ടോ. പിന്നെ ഇതുപോലെ ഓരോ സ്റ്റിക്കേഴ്സും ഞാനിങ്ങനെ ഓരോന്നിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി 1-2 പേജ് ബാക്കിയായിട്ട് വരുന്നുള്ളൂ കേട്ടോ.
അപ്പം ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ബുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഓർക്കുന്നു. അപ്പോൾ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ത് ക്രാഫ്റ്റ് വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.